പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, വലിയ സ്നേഹത്തോടും നന്ദിയോടും കൂടെ അങ്ങയുടെ മക്കളായ ഞങ്ങളെ ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്ന് കൂട്ടിച്ചേർത്ത് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ വലിയ ശുശ്രൂഷയിൽ കാർമൽ മീഡിയയിലൂടെ ഒരുമിപ്പിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അതിന് കാരണമായ കാർമൽ ധ്യാന കേന്ദ്രത്തെ, ഈ ശുശ്രൂഷകളെ നേതൃത്വം കൊടുക്കുന്ന എല്ലാ മക്കളെയും ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ഓർത്ത് ഈശോയെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോ പരിശുദ്ധാത്മാവാണ്, അങ്ങാണ് ഞങ്ങളെ കൂട്ടിച്ചേർത്തത്. ആ വലിയ സ്നേഹത്തില് ഞങ്ങളത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇതിനെല്ലാം നേതൃത്വം കൊടുക്കാൻ അങ്ങനെ വിളിച്ച് വേർതിരിച്ച് അഭിഷേകം ചെയ്ത ആ വലിയ അഭിഷേകത്തിന്റെ കരുത്തിൽ അങ്ങയുടെ മക്കളെ, ഇവിടെ കുടുംബങ്ങളെ, ഇവരുടെ മക്കളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ മക്കളെയും എല്ലാ നിയോഗങ്ങളോടെ, പ്രാർത്ഥനകളോടെ, അവസ്ഥകളോടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എന്നെ പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമ്മള് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മക്കള് അനുസരണത്തിലും അതോടൊപ്പം തന്നെ നല്ല കൂട്ടുകെട്ടിലും വളരണം. നമ്മളൊക്കെ നശിക്കാൻ പാടില്ല. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, ഉപദേശം മക്കൾക്ക് ഇഷ്ടമല്ല, ദൈവികമായ കാര്യങ്ങൾക്ക് പലർക്കും താല്പര്യമില്ല. മാത്രമല്ല, തെറ്റിലേക്ക് പോകുന്ന വലിയൊരു അഭിനിവേശം, ഭയങ്കര ഒരു ആഗ്രഹം. നമുക്ക് ഈ ഒരു തലത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം മക്കളെ. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ കാണുന്ന കാര്യങ്ങള്, കേൾക്കുന്ന കാര്യങ്ങള്, ഇടപെടുന്ന വ്യക്തികള്, സിനിമകള്, മീഡിയ, പ്രൊമോഷൻസ്, കൂട്ടുകെട്ടിന്റെ സ്വാധീനം, ഒപ്പം ചില വശീകരണമായ പൈശാചിക ശക്തികള് ലഹരിയിലേക്ക്, കൂട്ടുകെട്ടിലേക്ക്, ലജ്ജതയിലേക്ക്, പാപത്തിലേക്ക് ഒക്കെ നയിക്കുന്ന പൈശാചികതകൾ, ഇതെല്ലാം വിട്ടുപോകത്തക്ക വിധം കർത്താവിന്റെ വലിയ ശക്തി നമ്മുടെ മക്കളിൽ നിറയണം. മാത്രമല്ല, തിരിച്ചറിവ്, ഒരു വലിയ ബോധ്യം നമ്മുടെ മക്കൾക്ക് നമ്മുടെ കർത്താവ് നൽകണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന തിരുവചനം സുഭാഷിതങ്ങളുടെ പുസ്തകം 28-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വചനമാണ്. കൽപ്പന പാലിക്കുന്ന പുത്രൻ ജ്ഞാനിയാണ്. കേട്ടോ, ആരാണ്? കൽപ്പന പാലിക്കുന്ന പുത്രൻ അല്ലെങ്കിൽ പുത്രി ജ്ഞാനിയാണ്. എന്നിട്ട് അവിടെ പറയുകയാണ്, ദുർവൃത്തന്മാരുമായി കൂട്ടുകൂടുന്നവൻ പിതാവിന് അവമാനം വരുത്തി വയ്ക്കുന്നു. അതായത് കൽപ്പന പാലിക്കാത്തവരുമായിട്ട് കൂട്ടുകൂടുന്നവര്, ദുർവൃത്തന്മാരുമായിട്ട് കൂട്ടുകൂടുന്നവർ. ഇന്ന് നമ്മുടെ മക്കള് പലതും അങ്ങനെയാണ്. കാർന്നോമാരെ അനുസരിക്കില്ല, കൽപ്പന പാലിക്കത്തില്ല. എന്നിട്ട് അവർ അകന്നു പോകുമ്പോ അവര് കൂട്ടുകൂടുന്ന ആരോടൊക്കെ ആയിരിക്കും? ദുർവൃത്തന്മാരോട്. മാതാപിതാക്കളെ ബഹുമാനിക്കാത്തവര്, കുദാശകളിൽ പങ്കെടുക്കാത്തവര്, പഠിക്കാത്തവര്, പ്രാർത്ഥിക്കാത്തവര്, കൂട്ടുകൂടി കറിയടിച്ച് തോറടിച്ച് രാത്രി വീട്ടിൽ കയറാതെ നിൽക്കുന്ന ദുർവൃത്തന്മാര്, പബ്ബ്, ലജ്ജത, അശുദ്ധി, വ്യഭിചാരം, ഒത്തിരി തിന്മകൾ ചെയ്തു പോകുന്ന ദുർവൃത്തന്മാരുമായിട്ട് കൂട്ടുകൂടും. അങ്ങനെ കൂട്ടുകൂടുന്ന മക്കൾ എന്നാണ് പറഞ്ഞ കർത്താവ്, പിതാവിന് അവമാനം വരുത്തി വെക്കുന്നു. അനേകം പിതാക്കന്മാര് തലപൊക്കി നിൽക്കാൻ പോലും പറ്റാത്ത വിധത്തില് മക്കളാൽ അവമാനിക്കപ്പെട്ട് കഴിയുന്നുണ്ട്. മക്കളുടെ പ്രവൃത്തി, ഒത്തിരി വളർന്നു പോകേണ്ട മക്കള് തടസ്സപ്പെട്ട് ജീവിതത്തില്, ജോലിയില്, പഠനത്തില്, ശുദ്ധിയില് തടസ്സപ്പെട്ട് കിടക്കുന്നു. വിവാഹം നടക്കുന്നില്ല, ജോലിയില്ല, തെണ്ടി നടക്കുന്ന മക്കള്, ഡ്രഗിന് അടിമപ്പെട്ടു പോയ മക്കള്, ലഹരിക്ക് അടിമപ്പെട്ടു പോയ മക്കള്, ഒത്തിരിയേറെ തിയേറ്ററിൽ സെന്ററിൽ പെട്ടുപോയ മക്കള്, ഒത്തിരിയേറെ തകർന്നു പോയ മക്കള്. പിതാക്കന്മാർക്ക്, മാതാപിതാക്കൾക്ക് കണ്ണീരിനും അവമാനത്തിനും കാരണമായി പോയി. നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ, നമ്മുടെ മക്കള് കർത്താവിന്റെ കൽപ്പനകൾ പാലിച്ച് ജ്ഞാനികളായി മാറട്ടെ. അതോടൊപ്പം തന്നെ ഒരിക്കലും നമ്മുടെ മക്കള് ദുർവൃത്തന്മാരുമായിട്ട് കൂട്ടുകൂടാതിരിക്കട്ടെ. അതിന്റെ പ്രലോഭനം വരുമ്പോ ചെറുത്തു നിൽക്കണം, വേണ്ട. അവരെ തിരിച്ചറിയണം. കൂട്ടുകെട്ട്, ദുർവൃത്തന്മാര്, പാപികളുടെ കൂട്ടം, ഇതൊക്കെ തിരിച്ചറിഞ്ഞ് കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് ജ്ഞാനമുള്ള മക്കളായിട്ട് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാനിടയാകട്ടെ. കുടുംബത്തിന് അവമാനമായി തീർന്ന മക്കൾ ഇഷ്ടം പോലെയുണ്ട്. ആ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.
ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് കനിഞ്ഞ് എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ, തിരിച്ചു കൊണ്ടുവരട്ടെ, അവമാനം മാറ്റട്ടെ. ഇനി ഒരു മക്കളും നമ്മുടെ കുടുംബത്തിൽ നിന്ന് ദുർവൃത്തന്മാരുമായി കൂട്ടുകൂടി പിതാവിനും മാതാവിനും കുടുംബത്തിനും അവമാനമായി തീരാതിരിക്കട്ടെ. അതിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും നമ്മുടെ മക്കളെയും ചേർത്ത് പിടിച്ച് അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ മക്കളെ അങ്ങയോട് ചേർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കാനും ദിവ്യകാരുണ്യത്തിൽ നിന്ന് വലിയ ശക്തി ഞങ്ങളിലേക്കും ഞങ്ങളുടെ മക്കളിലേക്കും സ്വീകരിക്കുവാനും വേണ്ടി ഈ പ്രാർത്ഥനയിൽ ഞങ്ങളെ കൂട്ടിച്ചേർത്തതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, ആ വലിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേ ആരാധിച്ചുകൊണ്ട് ഓരോ ദിവസവും കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ അങ്ങയുടെ ശക്തി പ്രകടമാക്കി ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് ഏറ്റവും താഴ്മയോടെ എളിമയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ മക്കൾ കൽപ്പനകൾ പാലിക്കുന്നവരായിട്ട് ജീവിക്കട്ടെ. അതിനുവേണ്ട കൃപ ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ. മാത്രമല്ല, ഞങ്ങളുടെ മക്കള് ദുർവൃത്തന്മാരുമായിട്ട് കൂട്ടുകൂടാൻ പാടില്ല. അനേക മക്കള് യേശുവേ, ഞങ്ങളുടെ മക്കള് കൂട്ടുകെട്ടിപ്പെട്ട് ദുർവൃത്തന്മാരുമായിട്ട്, ആഭാസന്മാരുമായിട്ട്, മ്ലേച്ഛന്മാരുമായിട്ട്, ലഹരിക്കടിമപ്പെട്ടു പോയ മക്കളുമായിട്ട് കൂട്ടുകൂടി കുടുംബത്തിന് അവമാനമായിട്ട് മാറിയിട്ടുണ്ട്. മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന് മാനസാന്തരം, ഒരു തിരിച്ചുവരവ്, കൽപ്പനകളിലേക്ക്, കുടുംബത്തിലേക്ക്, ഉദാശകളിലേക്ക്, വിശുദ്ധിയിലേക്ക് തിരിച്ചു വരാൻ കർത്താവേ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണം. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കൾ ആരും ദുർവൃത്തന്മാരുമായിട്ട് കൂട്ടുകൂടി പോകാതിരിക്കട്ടെ. തെറ്റായ സ്നേഹബന്ധങ്ങള്, മോശമായ കൂട്ടുകെട്ടുകള് അതിൽ പെടാതെ നല്ല കൂട്ടുകെട്ടില് ഞങ്ങളുടെ മക്കൾ ചെന്ന് ചേരട്ടെ. അങ്ങയുടെ കൽപ്പനകൾ പാലിക്കുന്ന വചനങ്ങൾ ജീവിക്കുന്ന, ഉദാശകൾ പരിക്രമം ചെയ്യുന്ന മക്കളായിട്ടും അങ്ങനെയുള്ളവരുമായിട്ടും കൂട്ടുകൂടാൻ ഇടയാകട്ടെ. മക്കളുടെ എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി, പ്രത്യേകിച്ചും ഈ മേഖലയിലുള്ള എല്ലാ നിയോഗങ്ങൾക്കും അവസ്ഥകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അതിനായിട്ട് കർത്താവിന്റെ ആശീർവാദം നമുക്ക് സ്നേഹത്തോടെ സ്വീകരിക്കാം. മക്കളെ, സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ ഈശോയേ. ഈശോയെ, ഞങ്ങളുടെ മക്കൾക്ക് നല്ല കൂട്ടുകെട്ടുകൾ നൽകി അങ്ങയുടെ തിരുഹൃദയത്തിൽ ഇണങ്ങിയ മക്കളാക്കി വളർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.